ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2026 ജനുവരി 9 പൊങ്കൽ റിലീസിനായെത്തേണ്ട ചലച്ചിത്രമായിരുന്നു ദളപതി വിജയ് നായകനായ ജനനായകൻ. എച്ച് വിനോദാണ് സംവിധാനം, അനിരുദ്ധാണ് മ്യൂസിക്, കേബിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിനിമ ഒഫീഷ്യലി പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നുള്ളത് കേബിൻ പ്രൊഡക്ഷൻസ് തന്നെ തൻ്റെ ലേറ്റസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലായിട്ട് അറിയിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ UA അല്ലെങ്കിൽ A എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഒന്നും സെൻസർ ചെയ്തിട്ടില്ല, ഇഷ്യൂ ചെയ്തിട്ടില്ല. ഒരു സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, എങ്കിലേ സിനിമ റിലീസ് ചെയ്യാൻ പറ്റും. അത് കിട്ടാത്തിടത്തോളം സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല. അത് സെൻട്രലിൻ്റെ കയ്യിൽ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ സെൻട്രൽ ബോർഡ് ആ ഒരു സിനിമ സർട്ടിഫിക്കറ്റ്, ആ ഒരു സെൻസർ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് കാരണമാണ് സിനിമ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ, സിനിമയിൽ ഒരു 5 പേരടങ്ങുന്ന പാനൽ സിനിമ കണ്ടിട്ട് 4 പേർക്ക് UA സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 5ാമത് ഒരാൾക്ക് പിടിച്ചില്ല. പുള്ളി പറയുകയാണ്, ഇതിൽ മതവ്രണപ്പെടുത്തുന്നതുകൊണ്ട്, മതവികാരം ഉണർത്തുന്നതുകൊണ്ട്, റിലീജിയസ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് സിനിമയ്ക്കെതിരെ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിലല്ലാതെ കൂടാതെ 27 സ്ഥലങ്ങളിൽ കട്ട് ചെയ്യണമത്രേ. 27 സ്ഥലങ്ങളിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ പാതി സിനിമ തീർന്നില്ലേ? ഇതിൽ പോരാന്ന് പല സ്ഥലങ്ങളിൽ പല ഡയലോഗുകളിൽ മ്യൂട്ട് കൊടുക്കണം അത്രേ. മ്യൂട്ട് കൊടുത്തിട്ട് ഇതെന്താ ഊമപ്പടോ അതോ ഈ പടോ മ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇതിനെതിരെ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ പച്ചയായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ പൊളിറ്റിക്കൽ അജണ്ട ഉള്ള ഒരു സൂപ്പർ മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൽ ആരാണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജനുവരി 14 പരാശക്തി, ശിവകാർത്തികേയൻ നായകനായി സുധാ കൊങ്ങര സംവിധാനം ചെയ്യുന്ന പരാശക്തി ജനുവരി 14 റിലീസിലിരിക്കെ 10-ാം തീയതിയിലേക്ക് മുമ്പോട്ട് മാറ്റുന്നു. ഒരു താല്പര്യവും ഇല്ലാത്ത, ആരും താല്പര്യം പ്രകടിപ്പിക്കാത്ത തല അജിത്തിൻ്റെ മങ്കാത്ത റിലീസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇതല്ലാതെ ജനനായകൻ ഓഡിയോ ലോഞ്ചിന് അതേ ദിവസം തന്നെ മുന്നോടിയായിട്ട് പരാശക്തി ഓഡിയോ ലോഞ്ച് ചെയ്യുന്നു. ജനനായകന്റെ ട്രെയിലറിന് അന്ന് തലൈവർ രജനീകാന്തിന്റെ പുതിയ സിനിമയുടെ അനൗൺസ്മെന്റ്, റിയാക്ഷൻ, മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പം ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഇതെല്ലാം കോയിൻസിഡൻസ് ആണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ക്ലിയർ പൊളിറ്റിക്കൽ. DMK സ്റ്റാലിൻ, റെഡ് ജെയിൻ മൂവീസ് ഒക്കെയാണ് ഇപ്പൊ തമിഴ്നാട്ടിലെ സിനിമ മേഖലകൾ ഭരിക്കുന്നു എന്നുള്ളത് തമിഴ്നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് പോലും ഇപ്പൊ അറിയാം അവിടെ. അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സിനിമ തടഞ്ഞു, ഈ സിനിമ ഇപ്പൊ തടഞ്ഞുകൊണ്ട് നിങ്ങൾ സിനിമ റിലീസ് ചെയ്യാതിരിക്കുമെന്നാണോ തോന്നുന്നത്? സിനിമ ഒരു ദിവസം റിലീസ് ചെയ്യും, അന്ന് ഇതിന്റെ ഇരട്ടി ഹൈപ്പായിരിക്കും അന്ന് സിനിമയ്ക്ക് വരാൻ പോകുന്നത്. തൻ്റെ ഇഷ്ട നടന്മാർ അല്ലെങ്കിൽ ഇത് കാണുന്ന നടന്മാർ ഇതുപോലൊരു ഫെയർവെല്ല് എനിക്കും കിട്ടണേ മോഹിക്കുന്ന ഒരു ഫെയർവെല്ലായിരിക്കും ദളപതി വിജയ്ക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് വിചാരിക്കുന്നതിനപ്പുറമുള്ള മാസീവ് ഫെയർവെല്ലായിരിക്കും ദളപതി വിജയ്ക്ക് കിട്ടാൻ പോകുന്നത്. അതിപ്പോൾ തന്നെ ലോക്കൽ ചാനൽ തൊട്ട് നാഷണൽ ചാനൽ വരെ ദളപതി വിജയുടെ ഈ ന്യൂസ് ട്രെൻഡിങ് ആണ്. ഒരു പടം റിലീസ് ചെയ്യുന്നത് പോലും ആരും അറിയാതെ ഒരിടത്തും ചർച്ചയാവാത്ത ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇഷ്ട നടന്മാരുടെ എത്രയോ വലിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ ചർച്ച പോലും ആവാതെ ചുമ്മാ റിലീസാവുകയാണ്. പടം നാളെ ഇറങ്ങൂടെ? ഒന്നുമില്ല, പടം നാളെ ഇറങ്ങും. പക്ഷെ ഒരു പടം മുടങ്ങിയത് ലോക്കൽ ചാനൽ തൊട്ട് നാഷണൽ ചാനൽ വരെ ട്രെൻഡിങ് ആവണമെങ്കിൽ അത് ദളപതി വിജയുടെ പടമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരാളുടെ പടം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക് സഹോദര. ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഒരാളുടെ പടം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്. നട്ടല്ലില്ലാത്ത നടന്മാരാണ് ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ഞാൻ ഒറിജിനലായിട്ട് പറയാം, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒക്കെ ഇപ്പൊ ആരുടെ കാലിൻ്റെ അടയിലാണെന്ന് എല്ലാവർക്കും നല്ല പോലെ അറിയാം. കമൽഹാസൻ ഉലകനായകൻ ആരിൻ്റെ കാലിൻ്റെ അടയിലാണെന്ന് ഇപ്പൊ എല്ലാവർക്കും നല്ല പോലെ അറിയാം. ഇവർ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഇതേ പറഞ്ഞ ഭരിക്കുന്ന പാർട്ടിയെയും ആ ഭരിച്ചിരുന്ന മന്ത്രിയെയും വെല്ലുവിളിച്ച് സംസാരിച്ചവർ ഇപ്പൊ അതേ മന്ത്രിയുടെ കൂടെ ഇരുന്ന് നീങ്ക சொல்லுங்க சார், நான் வரமாட்டேன், நான் சொல்ல மாட்டேன், நான் வருவேன். ഇപ്പൊ അവിടെ കൂട്ടിയിരുന്ന് കച്ചവടത്തിൽ വെള്ളം കുടിക്കുകയാണ് അവരെല്ലാം. കൂടെ ഇരുന്ന് പണി ചെയ്യുകയാണ്. ഈ ഇൻഡസ്ട്രിയിലുള്ള ഇപ്പൊ ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ട് ഒരാൾ സംസാരിച്ച
അതെന്തുകൊണ്ടാണ് സെൻസർ കൊടുക്കാത്തതെന്ന് ഒരാൾ ചോദിച്ച, ഒരാൾ സപ്പോർട്ടീവായിട്ട് ഒരാൾ വീഴ്ന്ന് കിടക്കുമ്പോൾ ഒരാൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ ഒരു ഇൻഡസ്ട്രിയിലുള്ള മുതിർന്ന സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം അതല്ലേ? ഒരു സംസാരത്തിന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാം. അദ്ദേഹം ഇപ്പം വളർന്നിരിക്കുന്ന വളർച്ച, അദ്ദേഹത്തെ ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർഡം, അതൊന്നും കണ്ടിട്ട് സഹിക്കാനാവാതെ പ്രഷർ അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ തമിഴിലെ സൂപ്പർ സ്റ്റാർസുകൾ. അതുകൊണ്ട് വീണ്ടും റീയൂണേറ്റ് ചെയ്താണ്. അതാണ് തലൈവർ 173 എന്നെ കലവറമേ ജനനായകൻ ട്രെയിലറിൻ്റെ അന്ന് തന്നെ കലവറമേ അന്ന് തന്നെ സിനിമയ്ക്ക് പുതിയ സിനിമ അനൗൺസ്മെന്റ് കമലഹാസനും രജനിയും ചേർന്ന് ലെജൻസ് ഒരുമിക്കുന്ന സിനിമ അന്ന് തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് നമ്മൾ പുതിയ സിനിമ ഇറക്കും, ഏത് ട്രെയിലറിൽ അന്ന്. അപ്പോൾ ഒരു സപ്പോർട്ടീവും അല്ല, അതിലും വേറെ വിദ്വേഷവും ഉണ്ടെന്ന് ഇതിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരാശക്തി ഓഡിയോ ലോഞ്ച്, ദളപതി വിജയുടെ ഓഡിയോ ലോഞ്ച് ടെലികാസ്റ്റിന്റെ കൂടെ റിലീസ് ചെയ്യുന്നു. പരാശക്തി 14 റിലീസ് ചെയ്യേണ്ടത് 10-ാം തീയതി ആക്കുന്നു. ഒരാവശ്യവും ഇല്ലാതെ മങ്കാത്ത ഒരു റീ റിലീസ് ആരിവിടെ പ്രഷർ ചെയ്തു മങ്കാത്ത റീ റിലീസ്? ഫാൻസാർ പ്രഷർ ചെയ്ത മങ്കാത്ത റീ റിലീസ് ചെയ്യണമെന്ന് ആരും ഇവിടെ ചോദിച്ചിട്ടുമില്ല. അതിലൊരു മങ്കാത്ത റീ റിലീസ് വേറെ. പിന്നെ ജനനായകൻ ട്രെയിലറിൽ നിന്ന് കമൽഹാസനും രജനിയും ഒന്നിക്കുന്ന പുതിയ സിനിമ, സിബി ചക്രവർത്തി സംവിധാനിക്കുന്ന പുതിയ സിനിമ അനൗൺസ്മെന്റ് അന്ന് തന്നെ റിലീസ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണെന്ന് പറയാം, ക്ലിയർ പൊളിറ്റിക്കൽ അജണ്ട. DMK സ്റ്റാലിന്, DMK പാർട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, MK സ്റ്റാലിന്, ഉദയനിധി സ്റ്റാലിൻ, റെഡ് ജെയിൻ മൂവീസ് ഒക്കെയാണ് ഇപ്പോൾ തിയേറ്റേഴ്സ് നക്കണേന്ന് എല്ലാവർക്കും നല്ല പോലെ അറിയാം. അതുകൊണ്ട് അവരെ ധിക്കരിക്കാൻ നട്ടലില്ലാത്ത ആൾക്കാരാണ് അവരുടെ അടുത്ത് കുനിഞ്ഞിപ്പോൾ നിൽക്കുന്ന. അതായത് നിങ്ങൾ പറഞ്ഞ സൂപ്പർ സ്റ്റാർസ്, നിങ്ങൾ പറഞ്ഞ രജനീകാന്തും കമൽഹാസനും ഒക്കെ അവിടെ അങ്ങനെ നിൽക്കുന്ന. അതായത് അറിയാമല്ലോ ഏത് സോഷ്യൽ ഇഷ്യൂസിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. நான் அங்கு சொல்லுகிறேன். വണക്കം ഇങ്ങനെ മാറിപ്പോവാനല്ലാതെ ഏതൊരു സോഷ്യൽ ഇഷ്യൂസിലാണ് നിങ്ങൾ ഒരു നട്ടലുള്ള മറുപടി പറഞ്ഞിട്ടുള്ളത്? രജനീകാന്തും കമൽഹാസനോടാണ് ഞാൻ പറയുന്നത്. നട്ടലുള്ള മറുപടികൾ നിങ്ങൾ ഏതൊരു സോഷ്യൽ ഇഷ്യൂസിലാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയില്ലോ, അതൊക്കെ ഒരിടത്ത് തുള്ളി പോലും ക്ലച്ച് പിടിക്കാത്തതിൻ്റെ ദേഷ്യങ്ങളും വിമർശനങ്ങളും അമർത്തി പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പാർട്ടിക്കാർക്ക് നിങ്ങളിപ്പോൾ കൂട്ടിയിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർസ് എന്ത് ചെയ്യണം? എന്തുകൊണ്ട് എൻ്റെ സഹോദരന് അല്ലെങ്കിൽ എൻ്റെ ജൂനിയർ ഇത് സിനിമ ഇങ്ങനെ ചെയ്തില്ല എന്ന് ചോദിച്ചായിരുന്നു ആരെങ്കിലും? ഒരാൾ മുൻപന്തിയിൽ വന്ന ഒരാളും വന്നിട്ടില്ല, ഒരാളും ചോദിക്കത്തുമില്ലെന്ന് നല്ല ബോധ്യമുണ്ട്. ഒറ്റയ്ക്ക് തന്നെയാണ് അങ്ങേര് ഇത്രയും പോരാടി, ഇത് ഇനിയും അങ്ങേര് ഒറ്റയ്ക്ക് കയറിക്കോളും. ഇത് ഇപ്പം തടുത്ത് വെച്ചതിനുള്ള ഹൈപ്പ് എന്താണെന്ന് സിനിമ റിലീസ് ചെയ്യുമ്പോൾ നോക്കിക്കും. സിനിമ എന്താണെന്ന് ഇതിൽ കുറച്ച് പേര് ഭഗവന്ത് കേസരിയടാ പടം, ഭഗവന്ത് കേസരി എന്ന് പറഞ്ഞ നീ തന്നെയല്ലടാ ആ പടത്തിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. നീ പിന്നെ എന്തിൻ്റെ പടം കാണാൻ പറഞ്ഞ? നിന്നെ വല്ലവനും വലിച്ചു വരുത്തിയ ഇവിടെ വാടാ പടം കാണുന്നു. നീ കാണണ്ട, നിന്നെ വല്ലവനും കാണണമെന്ന് നിർബന്ധിച്ച, എന്നാലും ടിക്കറ്റ് അവന് വേണമെങ്കിൽ ചെയ്യും. ഇപ്പം ഭഗവന്ത് കേസരി എല്ലാ പടമാണ് എന്താണ് ഏതാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. എന്താണ് അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ കേസരി കിണ്ടി വെച്ചിരിക്കുന്നടാ, കേസരി അല്ല അവിടെ കിണ്ടി വെച്ചിരിക്കുന്നതെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും എന്തൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കണേന്ന്. അപ്പോൾ ഒരു നടനെ ഇത്രമാത്രം ഭയക്കുന്നുണ്ട്, അതും ഒരു പൊളിറ്റിക്കലി ഒരു തിരഞ്ഞെടുപ്പ് പോലും നേരിടാത്ത ഒരു നടനെ തമിഴ്നാട് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും ഭയപ്പെടുന്നുണ്ട്. അത്രയ്ക്കും ഇത്രയും ഒരു എതിരാളിയെ ഒരാളെ ഇത്രമായിട്ട് ശക്തമായിട്ട് എതിർക്കുന്നു പറഞ്ഞ് വേറെ ഒരു നടനെ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഇഷ്യൂ പറ. വേറെ ഒരാൾ ഇത്രയും ഫേസ് ചെയ്ത ഒരു കാര്യമുണ്ട്? ഇതുപോലെ ഒരു റിലീസ് ഇഷ്യൂ വേറെ ഒരു നടന്മാർ ഫേസ് ചെയ്ത ഒരു കാര്യങ്ങൾ ഉണ്ടാടെ പറയാ. സത്യമായിട്ട് പച്ചയായിട്ട് ചോദിക്കുന്ന എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം പ്ലീസ്. നട്ടലില്ലാത്ത സൂപ്പർ സ്റ്റാർസാണ് തമിഴിൽ ഇപ്പോൾ ഉള്ളത്. ഒരു സപ്പോർട്ടിന് പോലും വരാത്ത സൂപ്പർ സ്റ്റാർസാണ് ഇപ്പോൾ ഉള്ളത്. അതായത് സൂപ്പർ സ്റ്റാർസും പട്ടത്തിൽ മാത്രമേ ഉള്ളൂ, അവരുടെ പ്രവൃത്തിയിലില്ല. ഇപ്പം നിങ്ങൾ പറയും
അവരെന്ത് ചെയ്യാൻ, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സപ്പോർട്ടിനെങ്കിലും അവർ വരായിരുന്നു. അത് അവർ സപ്പോർട്ട് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് വരാത്തത്? ഈ ചുമ്മാ വന്നിട്ട് ആംഗല തമിഴ് മൊഴിയിൽ വന്നിട്ട് കമലഹാസൻ കുറച്ച് എന്തൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമല്ലോ, അവിടെ നടന്ന് ഇവിടെ നടന്നെന്ന്. തൻ്റെ സഹോദരന് ഒരു കാര്യം നടന്നല്ലോ, അതിടാത്തത് അപ്പോൾ നട്ടലില്ലെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നട്ടലില്ലാത്തതുകൊണ്ട് തന്നെയാണ്. സിനിമയിലെ ഡയലോഗ് മാത്രമല്ല, അത് പുറത്തും കാണിക്കണം, പ്രവൃത്തിയിലും കാണിക്കണം. അത് പ്രവൃത്തിയിൽ അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങളിപ്പോൾ പറയും അത് അവർ അവിടെ പോയപ്പോൾ അത് സഹായിച്ച്, ഇവിടെ പോയപ്പോൾ ഇവർ ഇത് സഹായിച്ച്. എന്തോന്ന് സഹായം എല്ലാവരും ചെയ്യുന്നുണ്ട് സഹോദര, എല്ലാ നടന്മാരും ചെയ്യുന്നുണ്ട്. പ്രവൃത്തി ഞാൻ പറഞ്ഞത് നട്ടലിലുള്ള ആ ഒരു തീരുമാനം, ഒരാൾ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വരണമായിരുന്നു. അത് നിങ്ങൾ കൂടെ ഉള്ള സുഹൃത്തായിരുന്നു, നിങ്ങളുടെ അനുജനായിരുന്നു. നിങ്ങൾക്ക് വളർന്ന് പന്തലിച്ചു എന്നുള്ള ഒരു ആശങ്ക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സെൻസർ ഇഷ്യൂ ഒക്കെ എന്തായാലും മാറും. അതെന്തായാലും സിനിമ റിലീസ് ചെയ്യാതിരിക്കൂലല്ലോ. അന്ന് വാടാം, അന്ന് എല്ലാവരുടെ ഈ പറഞ്ഞ എല്ലാവരുടെ അണ്ണാക്കിൽ പിരിവെട്ടി അന്ന് തരുന്നുണ്ടായിരിക്കും.